നമസ്കാരം. ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തവൻ പുറത്ത്, ഒരു വനിതാ സഖാവിനെ പീഡിപ്പിച്ച സഖാവ് അകത്ത്. ഇതാണ് CPIയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. അതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ അത്തരത്തിലുള്ളതാണ്. തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ മന്ത്രി OJ ജനീഷിന് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തു അവിടുത്തെ CPIയുടെ ബ്രാഞ്ച് കമ്മിറ്റി അംഗം അബ്ദുൾ റഹ്മാൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തതിന്റെ ഭാഗമായി ഇവിടെ അബ്ദുൾ റഹ്മാൻ എന്ന് പറയുന്ന സഖാവിനെ CPI പിടിച്ചു പുറത്താക്കി നടപടിയെടുത്തു. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മന്ത്രിയുടെ പ്രതികരണങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. ഇവിടെ CPIMന്റെ നേതാവായാലും CPIയുടെ നേതാവായാലും BJPയുടെ നേതാവായാലും RSSന്റെ നേതാവായാലും ഇവരൊക്കെ പരസ്പരം മറ്റു വേദികളൊന്നും പങ്കിടാറില്ലെങ്കിലും ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിലൊക്കെ പലപ്പോഴും ഒരുമിച്ച് പല പരിപാടികളിലും പങ്കെടുത്തിട്ടുണ്ട്. വിവാഹത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ CPM നേതാവിന്റെ വീട്ടിലെ പരിപാടിക്ക് അപ്പുറത്ത് BJP നേതാവ് വരാറുണ്ട്. CPI നേതാവിന്റെ വീട്ടിലെ പരിപാടിക്ക് BJP നേതാവ് വരാറുണ്ട്. അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണനുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ സമയത്ത് ഇലക്ഷൻ അടുത്ത് നിൽക്കുന്ന ഒരു സമയത്താണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അഡ്വക്കേറ്റ് VS സുനിൽകുമാർ CPIയുടെ നേതാവാണ്. VS സുനിൽകുമാറും അതുപോലെ തന്നെ അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണനും മനോരമ ചാനലിന്റെ ഒരു പരിപാടിയിൽ അവർ ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് അവരോട് ഇങ്ങനെ സംസാരിക്കുകയാണ് ഓരോ കാര്യങ്ങളൊക്കെ. ആ സമയത്ത് അഡ്വക്കേറ്റ് VS സുനിൽകുമാർ B ഗോപാലകൃഷ്ണനെ വിശേഷിപ്പിക്കുന്നത് ഗോപു എന്നാണ്. കാരണം അത്രമാത്രം അവർ മാനസികമായും അതുപോലെ തന്നെ എല്ലാ നിലക്കും അടുപ്പമുണ്ട്, അവർ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാറുണ്ട് എന്ന രീതിയിലൊക്കെയുള്ള സംസാരങ്ങൾ ഈ ചാനലിൽ ഇരുവിഭാഗവും നടത്തിയിരുന്നു. രാഷ്ട്രീയമായി അവർ രണ്ട് ചേരികളിലാണെങ്കിലും മാനസികമായി അവർ സുഹൃത്തുക്കളാണ്. ആ അടുപ്പം അവർ എപ്പോഴും കാണിക്കാറുണ്ട് എന്നാണ് ഇരുവിഭാഗവും പറഞ്ഞത്, ഇരുകൂട്ടരും പറഞ്ഞത്. എന്തായാലും അത്തരത്തിലൊരു സാഹചര്യം നിലനിൽക്കെയാണ് മന്ത്രിയായിട്ടുള്ള OJ ജനീഷിന് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തു അബ്ദുൾ റഹ്മാൻ എന്ന് പറയുന്ന CPIയുടെ പാർട്ടി മെമ്പറായിട്ടുള്ള വ്യക്തി. അതിന്റെ ഭാഗമായി അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്ന വാർത്ത യഥാർത്ഥത്തിൽ അത് അത്ഭുതപ്പെടുത്തുന്ന ഒരു വാർത്തയാണ്. എന്തായാലും CPI നേതാക്കന്മാരുടെ ശ്രദ്ധയിലേക്ക് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എനിക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. തൃശൂർ ജില്ലയിൽ തന്നെ നടന്ന ഒരു സംഭവമാണ്. ഇപ്പോൾ CPI എന്ന് പറയുന്ന ആ പാർട്ടിയിൽ നിന്ന് ഓരോ ദിവസം കഴിയും തോറും കൂടുതൽ ആളുകൾ കൊഴിഞ്ഞു പോകുന്ന ഒരു വാർത്തയും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. തൃശൂർ ജില്ലയിലെ മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ട്, കുന്നംകുളം മണ്ഡലത്തിൽ ഉള്ള ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വാർത്തകൾ പരിശോധിച്ചാൽ നേതാക്കന്മാർക്ക് അത് മനസ്സിലാക്കാൻ കഴിയും. അതായത് കുന്നംകുളം നിയോജക മണ്ഡലത്തിലെ മഹിളാ സംഘത്തിന്റെ ഒരു നേതാവ്, ഒരു വനിതാ നേതാവ്, ഈ വനിതാ നേതാവിനോട് അപമര്യാദയായി പെരുമാറി, മോശമായി പെരുമാറി ഒരു നിയോജക മണ്ഡലം കമ്മിറ്റി അംഗമായിട്ടുള്ള ശങ്കരനാരായണൻ എന്ന് പറയുന്ന മറ്റൊരു സഖാവ് വിഷയം പരാതി കൊടുക്കാൻ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ CPIക്കാർ തടഞ്ഞു. അതിന് വേണ്ട പരിഹാരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. കുറച്ചുനാൾ പരാതി കൊടുത്തില്ല. അവസാനം മറ്റു നിർവാഹമില്ലാത്ത ഒരു സാഹചര്യത്തിൽ, മറ്റൊരു നിവൃത്തിയുമില്ലാത്ത സാഹചര്യത്തിൽ വനിതാ സഖാവ് പോലീസിൽ പരാതി കൊടുത്തു. പോലീസ് കേസെടുത്തു. ഇവിടെ ശങ്കരനാരായണൻ എന്ന് പറയുന്ന നിയോജക മണ്ഡലം കമ്മിറ്റി അംഗം, പാർട്ടിയുടെ മുതിർന്ന നേതാവ് ഹൈക്കോടതിയിൽ പോയി ജാമ്യമെടുത്തു. ഇപ്പോൾ ജാമ്യമെടുത്ത് നിൽക്കുകയാണ്. പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് കുറ്റപത്രമൊക്കെ സമർപ്പിച്ചു. എന്തായാലും ഈ വനിതാ നേതാവ് നിരന്തരം പാർട്ടിക്ക് മുന്നിൽ അവർ ഒരു ആവശ്യം ഉന്നയിച്ചു. ഈ നേതാവിനെതിരെ നടപടിയെടുക്കണം. ഈ നേതാവിനെ പുറത്താക്കാൻ പോയിട്ട് രണ്ട് നല്ല ചീത്ത പറയാൻ പോലും CPI നേതാക്കന്മാർ തയ്യാറായില്ല. ഇത് മറ്റു മാധ്യമങ്ങളൊക്കെ ഈ വിഷയം വാർത്തയാക്കുന്നുണ്ട്. ഈ വനിതാ സഖാവ് കുന്നംകുളം നിയോജക മണ്ഡലത്തിലെ ഒരു നേതൃത്വത്തിലുള്ള ഒരു സഖാവാണ്. അവരോട് ചോദിച്ചാൽ ഈ കാര്യം മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും പീഡന കേസിലെ പ്രതിയെ സംരക്ഷിച്ചു, വനിതാ സഖാവിനെ പിടിച്ചു പുറത്താക്കി എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് അവർ പോലീസിൽ പരാതി കൊടുത്തതിന്റെ ഭാഗമായി ഈ വനിതാ സഖാവിനെ പാർട്ടി പിടിച്ചു പുറത്താക്കി. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധത്തിലാണ് കുന്നംകുളം നിയോജക മണ്ഡലത്തിലെ CPI സഖാക്കൾ. തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരാണ് ഭക്ഷണം കൊടുത്തതിന്റെ പേരിൽ ഒരു CPI ബ്രാഞ്ച് കമ്മിറ്റി അംഗത്തെ പിടിച്ചു പുറത്താക്കിയത്. ഇപ്പുറത്ത് പീഡന കേസിൽ പ്രതിയായിട്ടുള്ള സഖാവിനെ സംരക്ഷിച്ചതിന്റെ പേരിൽ പാർട്ടിയിൽ നിന്ന് ദിനം പ്രതി സഖാക്കൾ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. ആകെ 3-4 ബ്രാഞ്ചാണ് കടങ്ങോട് പഞ്ചായത്തിലൊക്കെ ഉള്ളത്. കുന്നംകുളം നിയോജക മണ്ഡലത്തിലെ മിക്കവാറും ലോക്കൽ കമ്മിറ്റികളിൽ നിന്ന് ഈ കൊഴിഞ്ഞുപോക്ക് തുടരുന്നുണ്ട്. പ്രത്യേകിച്ച് കടങ്ങോട് പഞ്ചായത്തിലെ 3-4 ബ്രാഞ്ച് കമ്മിറ്റികളിൽ നിന്ന് ഭൂരിഭാഗം വരുന്ന സഖാക്കളും രാജിവെച്ച് പുറത്തു പോയിരിക്കുന്നു. എന്തായാലും ഈ ഒരു വിഷയം നേതാക്കൾ ഒന്ന് ശ്രദ്ധിക്കണം. ഭക്ഷണം കൊടുത്തതിന്റെ പേരിൽ, അപ്പുറത്ത് UDF നേതാവിനാണ്, മന്ത്രിക്കാണ് ഭക്ഷണം കൊടുത്തത് എന്നതിന്റെ പേരിലായിരിക്കാം ആ പാവപ്പെട്ട പ്രവർത്തകനെ പിടിച്ചു പുറത്താക്കിയത്. എന്തായാലും ഇപ്പുറത്ത് ഇങ്ങനൊരു വിഷയം നടക്കുന്നുണ്ട്. ഇതിന്റെ നിജസ്ഥിതി CPI നേതാക്കൾ പരിശോധിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.